എടേ റീല് എന്താ എടാ ഷോക്ക് അടിച്ചാ നിന്നെ തൊട്ടപ്പോ. ഷോക്കോ? ആ ഷോക്ക് നിനക്ക് തോന്നിയിരിക്കും. തോന്നിയതല്ല, ഇതൊക്കെ ഉള്ളതാണ്. എൻ്റെ അലീന, എന്ത് മണ്ടത്തരാണ് ഈ പറയണേ? മനുഷ്യനെ തൊടുമ്പോൾ ഇങ്ങനെ ഷോക്ക് അടിക്കണേ? എടാ അത് മണ്ടത്തരമൊന്നും അല്ല, ഉള്ളതാ. ചില സമയത്ത് നമ്മളിങ്ങനെ ഡോറിന്റെ പിടിയിലും കസേരയിലും ആളുകളെയൊക്കെ തൊടുമ്പോൾ ചെറിയ ഇലക്ട്രിക് ഷോക്ക് ഫീൽ ചെയ്യും. അത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താ? എടാ നമ്മുടെ ചുറ്റുമുള്ള ഒരു പ്രതലത്തിലോ ഒരു വസ്തുവിലോ ഉണ്ടാകുന്ന പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ വ്യത്യാസമാണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ പ്രത്യേകിച്ച് വായു വരേണ്ടതാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. മഞ്ഞുകാലത്തും വേനൽക്കാലത്തും ഒക്കെ വായു വരേണ്ടതായതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ഇലക്ട്രിക് ഷോക്കുകൾക്കുള്ള സാധ്യതയും കൂടുതലാണ്. ഇതെങ്ങനെ സംഭവിക്കണേ? എടാ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളുടെ അടിസ്ഥാന ആറ്റങ്ങളാണ്. ഈ ആറ്റങ്ങൾ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ എന്നിങ്ങനെയാണ് അവയുടെ ചാർജുകൾ. സാധാരണ ഒരാറ്റത്തിൽ തുല്യ നമ്പർ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളാണ് ഉണ്ടാവുക. ചില സമയത്ത് ഈ നമ്പറിൽ വ്യത്യാസമുണ്ടാകാം. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ ഇലക്ട്രോണുകൾ പ്രോട്ടോണുകളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ ചെറിയൊരു ഷോക്ക് ഉണ്ടാകുന്നു. അത് പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും. ഇതെങ്ങനെ ഇല്ലാണ്ടാക്കുക? എന്റെ അടുത്തൊന്ന് മാറിയിരിക്കണം. എടാ ഇവന്റെ അടുത്തൊന്നും മാറി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. കമ്പിളി, നൈലോൺ, പോളിസ്റ്റർ തുടങ്ങിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഷോക്കുകൾ കൂടുതൽ അനുഭവപ്പെടും. വായു വരേണ്ടതാണെങ്കിൽ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഈ അനുഭവം കൂടുതലായിട്ടുണ്ടാകും. ഈ സമയത്ത് എയർ കണ്ടീഷണർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വായു വീണ്ടും വരേണ്ടതാവുകയും കൂടുതൽ ഇത്തരത്തിലുള്ള ഷോക്കുകൾക്ക് കാരണമാവുകയും ചെയ്യും. എന്നാൽ വായുവിൽ കൂടുതൽ ഈർപ്പം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ചർമ്മം മോയ്സ്ചർ ചെയ്താലും ഈ ഷോക്കുകൾ ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിച്ചാലും ഇത്തരം ഷോക്കുകൾ ഒഴിവാക്കാൻ കഴിയും. എനിക്ക് വെറുതെ തോന്നിയില്ല, ഞാൻ പറഞ്ഞില്ലേ. അതെടാ ഇതെല്ലാം ഉള്ളതാണ്.